എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഓഗസ്റ്റ് 13 നടക്കുന്ന എക്സാമിൻ്റെ സിലബസിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 12 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും സെയിം സിലബസ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതേ മോഡലിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം ഫോംഡ്? ഇൻ വിച്ച് ഇയർ ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം ഫോംഡ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ 1945. വിച്ച് ന്യൂസ് പേപ്പർ ഈസ് നോൺ ആസ് ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ്? Which newspaper is known as Bible of socially depressed? Answer option D, Midawadi ആണ്, Midawadi. Who have the title Ravo Sahib? Who have the title Ravo Sahib? Answer option B, Ayyathan Gopalan. Who wrote the historical novel Marthanda Varma in Malayalam? Answer option A ആണ്, CV Raman Pillai. Climate of India is. Answer option D ആണ്, monsoon type ആണ്. Which 5-year plan is also known as Gadgil Yojana? Which 5-year plan is also known as Gadgil Yojana? Answer option B ആണ്, third. Okay. അടുത്ത question, which metro station become in the India's first metro to have its own FM radio station? Which metro station become the India's first metro to have its own FM radio station? Answer option B, Lucknow metro ആണ്. അടുത്തത്, the river Brahmaputra called in Tibet has? The river Brahmaputra called in Tibet has? Answer option D ആണ്, Tsangpo ആണ്. In which year Mahatma Gandhi visited Srinarayana Guru in Shivagiri at Varkala? In which year Mahatma Gandhi visited Srinarayana Guru in Shivagiri at Varkala? Answer option A ആണ്, 1925 ആണ്. Who was the first Indian woman to win the Nobel Prize? Who was the first Indian woman to win the Nobel Prize? Answer option C ആണ്, മദർ തെരേസ ആണ്, മദർ തെരേസ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള സെക്ഷനിലേക്കാണ് വരുന്നത്. ടു പ്ലേസ് സംതിങ് ഇൻ ദ സെയിം പൊസിഷൻ ഓൺ എവറി സ്ലൈഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ഇൻ ടു. അതായത് പ്രസൻറ്റേഷനിൽ നമുക്ക് എല്ലാ സ്ലൈഡിലും സെയിം പൊസിഷനിൽ എന്തെങ്കിലും ഒരു സാധനം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ലൈഡ് മാസ്റ്റർ ആണ്, സ്ലൈഡ് മാസ്റ്റർ. ഓക്കെ. ദ ഡാഷ് ഫീച്ചർ ഇൻ MS Word ഓട്ടോമാറ്റിക്കലി കറക്റ്റ് certain സ്പെല്ലിംഗ് എറേഴ്സ്. ദ ഡാഷ് ഫീച്ചർ ഇൻ MS Word ഓട്ടോമാറ്റിക്കലി കറക്റ്റ് certain സ്പെല്ലിംഗ് എറേഴ്സ്. അതായത് MS Wordലെ ഏത് ഓപ്ഷനാണ്, ഏത് ഫീച്ചറാണ് നമ്മുടെ സ്പെല്ലിംഗ് എറേഴ്സ് അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓട്ടോ കറക്റ്റ് ആണ്, ഓട്ടോ കറക്റ്റ്. ഫ്രം വിച്ച് പാനൽ യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Word 2007? MS Word 2007 ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പാനൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് പാനൽ ആണ്, ഇൻസേർട്ട് പാനൽ. വേർ ഡസ് ദ മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ്സ് ഇൻ വിൻഡോസ്? അതായത് വിൻഡോസിൽ നമ്മൾ മിനിമൈസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എവിടെയാണ് വന്ന് നിൽക്കുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടാസ്ക് ബാർ ആണ്, ടാസ്ക് ബാർ. ഷോർട്ട്കട്ട് കീ ഫോർ റീഡു ആൻഡ് ആക്ഷൻ? ഷോർട്ട്കട്ട് കീ ഫോർ റീഡു ആൻഡ് ആക്ഷൻ? ആൻസർ ഓപ്ഷൻ സി, Ctrl+Y ആണ്, Ctrl+Y ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്ഷൻ ഹെൽപ്സ് ടു ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ സിലബിൾസ് ഓഫ് വേർഡ് ഇൻ MS Word? അതായത് നമ്മുടെ വേർഡ്സിൻ്റെ ഇടയ്ക്ക് ലൈൻസ്, അതായത് ആ ലൈൻ ബ്രേക്സ് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിലബിൾസ് എന്താണ്? ഡാഷ് ഓപ്ഷൻ ഹെൽപ്സ് ടു ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ സിലബിൾസ് ഓഫ് വേർഡ്സ് ഇൻ MS Word. MS Wordൽ അതായത് വേർഡ്സിൻ്റെ ഇടയ്ക്ക് സിലബിൾസ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹൈഫണേഷൻ ആണ്, ഹൈഫണേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. വെൻ യു എൻ്റർ ഡാറ്റ ഇൻ എക്സൽ ഇറ്റ് ഓൾസോ അപ്പിയേഴ്സ് ഇൻ ദ. അതായത് എക്സലിൽ നമ്മൾ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അത് സെല്ലിലല്ലാതെ വേറൊരു സ്ഥലത്ത് കൂടി വരും. അതെവിടെയാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫോർമുല ബാറിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡാറ്റ എക്സൽ സെല്ലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ഇനിയിപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെല്ല് നോക്കുമ്പം അതിൽ എന്താണ് ആ ഒരു വാല്യൂ മാത്രമേ കാണുള്ളൂ. ആ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ബാറിൽ അവിടെ എന്ത് ഫോർമുലയാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫോർമുല ബാറിൽ കാണാൻ പറ്റും. വിച്ച് ഈസ് നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യനും 20ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോൺ സൈസ് ഈസ് മെഷേർഡ് ഇൻ. ഫോൺ സൈസ് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പോയിന്റ്സിലാണ് ഫോൺ സൈസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീ ഈസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+H ആണ് വരുന്നത്. വിച്ച് ടൂൾ അലൗസ് us ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് അഡ്രസ്സസ് ഇൻ MS Word. MS Wordൽ സെയിം ലെറ്റർ ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെയിൽ മെർജ് ആണ്. ഷോർട്ട് കട്ട് കീ ടു മൂവ് കേഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് കേഴ്സർ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Home ആണ്. Ctrl+X ഈസ് യൂസ്ഡ് ടു. ആൻസർ ഓപ്ഷൻ ബി, കട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. സെലക്റ്റഡ് ടെക്സ്റ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വിച്ച് ബട്ടൺ ഇൻ MS Word കണ്ടെയ്ൻസ് ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബോവ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ടു സെലക്ട് ആൻ എൻറ്റിയർ കോളം ഇൻ എക്സൽ യൂസ്. എക്സലിൽ ഒരു എൻറ്റിയർ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Spacebar ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൽ B12 ഓൺ ഷീറ്റ് 2 ക്യാൻ ബി റെഫേർഡ് ഫ്രം ഷീറ്റ് 1 ലൈക്ക്. ഈ ഒരു സെൻറ്റൻസിനെ ഒറ്റ ഒരു വരിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഷീറ്റ് 2 B12 എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ഫോൺ ഡയലോഗ് ബോക്സ് ഇൻ MS Word. MS Wordലെ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Ctrl+Shift+F ആണ്. ഇൻ എക്സൽ എ വാലിഡ് സെൽ അഡ്രസ് ഈസ് ലൈക്ക്. എക്സലിൽ ഒരു വാലിഡ് സെൽ അഡ്രസ്സ് എങ്ങനെയാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്, A10. ദ ഫീച്ചർ ഓഫ് MS Excel ക്വിക്ക്ലി കംപ്ലീറ്റ്സ് എ സീരീസ് ഓഫ് ഡാറ്റ. MS Excelൽ ഒരു ഫീച്ചറാണ്, ഒരു സീരീസിന് ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറിനെ പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടോ ഫിൽഡ് ആണ്. ഗ്രിഡ് ലൈൻസ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്ത് ദ ഡാഷ് കീ കോമ്പിനേഷൻ ഇൻ പവർ പോയിന്റ് ഗ്രിഡ് ലൈൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള കീ കോമ്പിനേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Shift+F9 ആണ്. വിച്ച് ഈസ് നോട്ട് എ യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം. താഴെ തന്നിരിക്കുന്നതിൽ യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, UTF-64 ആണ്. അപ്പോൾ ഇതിൽ യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം എന്ന് പറയുന്നത് UTF-8, 16, UTF-60, UTF-32 എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ. ഫുൾ ഫോം ഓഫ് എബ്സിഡിക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സൽ ഡിസ്പ്ലേസ് ദ അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് സെൽ ഇൻ. അതായത് എക്സൽ ഒരു ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സ് ഏതിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, നെയിം ബോക്സിലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എ വാലിഡ് റേഞ്ച് ഓഫ് സെൽസ് ഇൻ എക്സൽ ഈസ് ലൈക്ക്. എ വാലിഡ് റേഞ്ച് ഓഫ് സെൽസ് ഇൻ എക്സൽ ഈസ് ലൈക്ക്. ആൻസർ ഓപ്ഷൻ ബി, A1:A10. 39ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ ടു യൂസ് വെൻ യു നീഡ് ടു റീഓർഗനൈസ് യുവർ സ്ലൈഡ്സ്. അതായത് നമ്മൾ ആ സ്ലൈഡ്സിനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബെസ്റ്റ് വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി പാർട്ട് ഓഫ് ആൻ ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ്സിൻ്റെ പാർട്ടല്ലാത്ത ഒരു ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്പേസ് ആണ്. സ്പേസ് നമ്മൾ ഇമെയിൽ അഡ്രസ്സിൽ ഉപയോഗിക്കില്ല. ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. URL ഈസ്. ആൻസർ ഓപ്ഷൻ ബി, ദ അഡ്രസ് ഓഫ് എ പേജ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ പവർപോയിന്റ് പ്രസൻറ്റേഷൻ. പവർപോയിന്റ് പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ സി ആണ്, Ctrl+M ആണ്. വിച്ച് മെനു അലോസ് us ടു ചേഞ്ച് ദ സ്ലൈഡ് സൈസ് ഇൻ പവർപോയിന്റ്.
പവർ പോയിന്റിൽ സ്ലൈഡ് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെനു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഡിസൈൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡിസൈൻ. ഫുൾ ഫോം ഓഫ് MB. ആൻസർ ഓപ്ഷൻ എ ആണ് മെഗാബൈറ്റ്സ് ആണ്. വിച്ച് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ്? അതായത് കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗമാണ് കാൽക്കുലേറ്റിങ്ങിനും കമ്പയറിങ്ങിനും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ALU. ദ എഫക്റ്റ് അപ്ലൈഡ് ടു ഡിസ്പ്ലേ വെൻ സ്ലൈഡ്സ് ചേഞ്ചസ് ഇൻ സ്ലൈഡ് ഷോ വ്യൂ ഈസ്. അതായത് നമ്മൾ ഈ ഒരു സ്ലൈഡ് ഷോ വ്യൂവിൽ സ്ലൈഡ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വരുന്ന ഒരു എഫക്റ്റ്, അതിൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ എ ആണ് സ്ലൈഡ് ട്രാൻസിഷൻ. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ? ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് F5 ആണ്. ഡാഷ് റെഫർ ടു ടെക്സ്റ്റ് ദാറ്റ് ആർ പൊസിഷൻ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ടെക്സ്റ്റ് ഓൺ ദ ലൈൻ. Dash refer to text that are positioned slightly higher than the text on the line. Answer option B superscript ആണ്. Superscript ആണ്. ഇനി which function displays current date and time in MS Excel? MS Excel കറണ്ട് ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ് നൗ ആണ് വരുന്നത്. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡാഷ് ആൻഡ് ഡാഷ് ആർ കോൾഡ് ഗൈഡ് കീസ്. ഗൈഡ് കീസ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എ ആൻഡ് സെമി കോളൻ ആണ്. ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ഡാഷ് ഹാപ്പൻ. ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിങ് എന്തിനാണ് കാരണമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് ജെർക്കി മൂവ്മെൻ്റ് ആണ്. വിച്ച് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ടൈപ്പ് ബാർ ഫേസ്? ആൻസർ ഓപ്ഷൻ സി ഷോർട്ട് ബ്രഷ് ആണ് വരുന്നത്. ഇനി ക്യാരേജ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ്. ക്യാരേജ് ടെൻഷൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ എ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ ദ ഷേപ്പ് ഓഫ് ദ ടൈപ്പ് സെഗ്മെൻറ്റ് ഈസ്. ദ ഷേപ്പ് ഓഫ് ടൈപ്പ് സെഗ്മെൻറ്റ് ഈസ്. ആൻസർ ഓപ്ഷൻ ബി സെമി സർക്കിൾ ആണ്. സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് സെമി സർക്കിൾ ആണ്. ഡാഷ് വീൽ കണക്ട് എസ്കേപ്മെൻറ്റ് വീൽ ആൻഡ് കാരേജ് റാക്ക്. കാരേജ് റാക്കിനെയും എസ്കേപ്മെൻറ്റ് വീലിനെയും കണക്ട് ചെയ്യുന്ന വീൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പീനിയൻ വീൽ. ഡാഷ് ഹെൽപ്സ് ദ കാരേജ് മൂവ്സ് ഇൻസ്റ്റൻ്റ്ലി ടു എ പ്രീ ഡിറ്റർമൈൻഡ് പൊസിഷൻ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലേക്ക് കാരേജ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടാബുലേറ്റർ കീ. ഇനി ഒഫീഷ്യൽ ലെറ്റർ കോംപ്ലിമെൻ്ററി ക്ലോസ് ജനറലി യൂസ്ഡ്. ഒഫീഷ്യൽ ലെറ്ററിൽ കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണ് ഉപയോഗിക്കാറുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ്. പിൻകോഡ് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ ബി പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ്. അടുത്തത് ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 61 to 65 റീഡ് ദ പാസേജ് ഗിവൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് ഒരു 2-3 തവണ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ആശയം പറയുന്നതെന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ദ കളേഴ്സ് യു സീ ഇൻ ഫ്ലവേഴ്സ് കം ഫ്രം ദ DNA ഓഫ് എ പ്ലാന്റ്. ജീൻസ് ഇൻ plants DNA direct cells to produce pigments of various colors. When the flower is red, it means that the cells in the petals have produced a pigment that absorbs all color but red. When you look at that flower, it reflects red light, so the flower appears to be red. Flowers are the reproductive parts of plants. They attract insects to pick up pollen and transfer it to other plants and flowers. This helps the plants to reproduce. Some flowers change color or fade over time. This is an indication to the pollinators that pollination is no longer needed. Many of the actual chemicals in the petals of a flower are called anthocyanins. These are water-soluble components that belong to a bigger class of chemicals called flavonoids. Anthocyanins are responsible for creating blue, red, pink and purple colors in flowers. Other pigments that produce floral colors include carotene for red and yellow, chlorophyll for green in petals and leaves,
ആൻഡ് സാൻഡോഫിൽ എ പിഗ്മെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് യെല്ലോ കളേഴ്സ്. ഇപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു പാരഗ്രാഫാണ്. ഇതിൽ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടി വായിക്കാം. വായിച്ചിട്ട് ഏകദേശം ഒരു അർത്ഥം പറയാം. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഏകദേശം ഒന്ന് പറയാണ്. ദ കളേഴ്സ് യു സീ ഇൻ ഫ്ലവേഴ്സ് കം ഫ്രം ദ DNA ഓഫ് പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് വരുന്നത് DNA അനുസരിച്ചിട്ടാണ്. ജീൻസ് ഇൻ പ്ലാന്റ്സ് DNA ഡയറക്റ്റ് സെൽസ് ടു പ്രൊഡ്യൂസ് പിഗ്മെൻറ്റ്സ് ഓഫ് വേരിയസ് കളേഴ്സ്. അതായത് ആ ഒരു പ്ലാന്റിൻ്റെ ജീനിൽ വരുന്നതാണ് ഈ DNA ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പിഗ്മെൻറ്റ്സ് വേരിയസ് കളേഴ്സ് വരാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലവർ റെഡ് ആണെങ്കിൽ അതായത് അത് ഒരു റെഡ് കളർ മാത്രം അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ് ഫ്ലവർ ഇറ്റ് റിഫ്ലക്ട്സ് റെഡ് ലൈറ്റ്. അതായത് നമ്മൾ ആ ഒരു ഫ്ലവർ നോക്കുമ്പോൾ റെഡ് ലൈറ്റാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവർ റെഡായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അതിൽ പോളിനേഷൻ, അതായത് ആ പരാഗണം നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറാണ്. അതായത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഫ്ലവർ എന്ത് ചെയ്യും, അതിൻ്റെ കളറ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ അത് മങ്ങിപ്പോവും. അതെന്ന് പറയുന്നത് പോളിനേറ്റേഴ്സിന് ഒരു പോളിനേഷൻ ഇനി ആവശ്യമില്ല എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ പോളിനേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിനെയാണ് പോളിനേറ്റേഴ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി ഓഫ് ദ ആക്ച്വൽ കെമിക്കൽസ് ഇൻ ദ പെറ്റൽസ് ഓഫ് ഫ്ലവർ ആർ കോൾഡ് ആന്തോസയൻസ്. അപ്പോൾ ഈ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഇതിൽ വരുന്ന കെമിക്കൽസ് ആണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത്. ഇത് വാട്ടർ സോല്യുബിൾ കമ്പോണൻസ് ആണ്. അതായത് അതിൽ ഈ കെമിക്കൽ വാട്ടറിൽ, അതായത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ വരുന്നത് ആന്തോസയൻസ് ആണ്. ബ്ലൂ, റെഡ്, പിങ്ക് ആൻഡ് പർപ്പിൾ കളേഴ്സ് ഫ്ലവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. പിന്നെ വരുന്നത് കരോട്ടിൻ ആകുമ്പോൾ റെഡും യെല്ലോയ്ക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കലാണ്. ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ് വരുന്നത്. ഈ സാന്തോഫിൽ ആണെങ്കിൽ യെല്ലോ കളേഴ്സിനാണ് വരുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്? അപ്പോൾ ഇതിൽ ദ കളേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് കെയിം ഫ്രം ജീൻസ് ഇൻ ദ DNA. അതായത് DNA ജീൻസിൽ നിന്നാണ് ഫ്ലവേഴ്സിന് കളർ കിട്ടുന്നത്. ശരിയാണ്. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻ ദ ജീൻസ് ഓഫ് ദ കളേഴ്സ് പ്രൊഡ്യൂസ് DNA. അതാണോ? DNA ആണോ ഈ ഒരു പിഗ്മെൻറ്റ്സിൻ്റെ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, അത് തെറ്റാണ്. ജീൻസ് ഇൻ ദ DNA ഓഫ് എ പ്ലാന്റ് പ്രൊഡ്യൂസ് കളേഴ്സ്. അത് ശരിയാണ്. പിഗ്മെൻറ്റ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ് ഓഫ് എ പ്ലാന്റ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫാൾസ് ആയിട്ടുള്ളത് ബി ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫ്ലവേഴ്സ് ആർ മെൻറ്റ് ഫോർ റീപ്രൊഡക്ഷൻ. ഫ്ലവേഴ്സ് മേക്ക് ഇൻസെക്ട്സ് സ്റ്റേ അവേ ഫ്രം ദം. അതായത് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്ലവേഴ്സ് ഇൻസെക്ട്സിനെ അതിൽ നിന്നും അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ആൻസർ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അപ്പോൾ ഇതിൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബോത്ത് ഫ്ലവേഴ്സ് മേക്ക് ഇൻസെക്ട്സ് സ്റ്റേ അവേ ഫ്രം ദം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബോത്ത് 1 and 2 ആർ ട്രൂ. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഫ്ലവേഴ്സ് ആർ റീപ്രൊഡക്റ്റീവ് parts of plants. They attract insects to pick up pollen and transfer it to other plants and flowers. Okay, അപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് മേക്ക് ഇൻസെക്ട്സ് സ്റ്റേ അവേ ഫ്രം ദം. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഇൻസെക്ട്സിനെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഒന്നാണ് വരേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. എന്തുകൊണ്ടാണ് സി എന്ന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ കളേഴ്സ് ഓഫ് സം ഫ്ലവേഴ്സ് ആർ ഫെയ്ഡ് ഇൻ ടൈം. അതായത്
കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ കളറ് മങ്ങിപ്പോവും. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ആ പോളിനേഷൻ ഇനി ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആന്തോസയാനിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ആർ കെമിക്കൽസ് ഇൻ ദ പെറ്റൽസ് ഓഫ് ഫ്ലവർ, ബിലോങ് ടു എ ബിഗ്ഗർ ക്ലാസ് ഓഫ് കെമിക്കൽ കോൾഡ് ഫ്ലവനോയിഡ്സ്. ഇനി ആർ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ സോലുബിൾ ഇൻ വാട്ടർ. ഇത് ശരിയാണ്. കരോട്ടിൻ, ക്ലോറോഫിൽ ആൻഡ് സാന്തോഫിൽ ആർ. എന്താണ് ഇതൊക്കെ? എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പിഗ്മെന്റ്സ് ആണ്. ഇനി വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്പെൽഡ്, ഐഡന്റിഫൈ ദ വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ മിസ്പെൽഡ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, അത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കണ്ടിന്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മ്യൂസിക് ബാൻഡ് പ്ലേഡ് എ ബ്യൂട്ടിഫുൾ മെലഡി ഓൺ ദ ഒക്കേഷൻ, ചേഞ്ച് ദ വോയിസ്. ഇതിൽ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, ദ മ്യൂസിക് പ്ലേഡ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ എന്താണ് വരിക? അവിടെ ഇവിടെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസിൽ എന്ത് പ്ലേഡ് എന്നാണ് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഈ പിന്നെ വാസോ വേറോ വരണം. ഇപ്പോൾ ഇവിടെ മ്യൂസിക് ബാൻഡ്, ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. എ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്, അത് പാസീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് വരും. എ ബ്യൂട്ടിഫുൾ മെലഡി എന്നുള്ളത് എന്താവും? അവിടെ സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ അവിടെ ഈ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണല്ലോ വെർബ് വരേണ്ടത്. അപ്പോൾ അവിടെ വാസാണ് വരുന്നത്. പിന്നെ പ്ലേഡ് എന്നുള്ള വെർബ് വരും. പിന്നെ ബൈ ദ മ്യൂസിക് ബാൻഡ് ഓൺ ദ ഒക്കേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഡിഡ് ദ ക്രിക്കറ്റ് ടീം കം ഫോർ പ്രാക്ടീസ് യെസ്റ്റർഡേ, ആസ്ക് ദ പ്രിൻസിപ്പൽ. ചേഞ്ച് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ ആ ഒരു ക്രിക്കറ്റ് ടീം പ്രാക്ടീസിന് വന്നോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദ പ്രിൻസിപ്പൽ ആസ്ക്ഡ്, ഇവിടെ എന്താണ്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെദർ വരണം. വെദർ ദ ക്രിക്കറ്റ് ടീം, കം എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാഡ് ബീൻ കം എന്നുള്ളതായിട്ട് മാറും. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ പ്രിൻസിപ്പൽ ആസ്ക്ഡ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാഡ് കം ഫോർ പ്രാക്ടീസ് ദ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് ആൻസർ. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ആൻസർ 69ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ സി, ഷീ കെയിം ടു പിക്ക് മീ വെൻ ഐ റീച്ച്ഡ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ. ഷീ പ്രോമിസ്ഡ് മീ ടു റിട്ടേൺ ഇൻ ഡാഷ് അവർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ അവർ എന്നുള്ളതാണ്. ഹി ഡാഷ് നെയ്തർ സോഫ്റ്റ്ലി നോർ ലൗഡ്ലി. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡ് യു ഫോർഗെറ്റ് വാട്ട് ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാക്ക് ഓഫ് എലഫൻസ് ഡാഷ് ടേക്ക് ദ ലേറ്റ് ഇൻ ദ ഈവനിങ്. ആൻസർ ഓപ്ഷൻ സി, മെയ്ഡ് ഫോർ എന്നുള്ളതാണ്. ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡസിൻ ഷീ എന്നുള്ളതാണ് വരുന്നത്. ഐ കുഡ് ഗിവ് ഹെർ ദ മണി ഇഫ് ഷീ ഡാഷ് മീ. ആൻസർ ഓപ്ഷൻ എ, കോൺടാക്റ്റഡ് എന്നുള്ളതാണ്. ഷാൽ വി കോൾ ഇറ്റ് എ ഡേ മീൻസ്. ആൻസർ ഓപ്ഷൻ സി, ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ് എന്നുള്ളതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ ടു മേക്ക് ദ എൻക്വയറി മീൻസ്. ആൻസർ ഓപ്ഷൻ എ, മൈ സജഷൻ ഈസ് ദാറ്റ് you should go there and make the inquiry. The sentence that is correct. Answer option C, I thought you would ring her up. This is his signature style means.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹി ഹാസ് എ യുണീക്ക് സ്റ്റൈൽ. 5 കിലോമീറ്റേഴ്സ് ഡാഷ് ഇസ് ഷോർട്ട് ഡിസ്റ്റൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈസ് ആണ് വരുന്നത്. ശരിയായ പദമേത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സർവതോമുഖം. താഴെ പറയുന്നവയിൽ ശരിയേത്? അസ്ഥിവാരം, പരിണതഫലം, വ്യത്യസ്തം, ആഢ്യത്വം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ്. അസ്ഥിവാരവും പരിണതഫലവുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർഷം. അർത്ഥം കണ്ടെത്തുക. ബിബിൽസ. ആൻസർ ഓപ്ഷൻ എ ആണ്. വേദിക്കാനുള്ള ആഗ്രഹമാണ്. പൂങ്കുല എന്ന അർത്ഥം വരുന്ന പദം. ആൻസർ ഓപ്ഷൻ സി. മഞ്ചരി എന്നുള്ളതാണ്. വിപരീത പദം. ഖണ്ഡനം. ആൻസർ ഓപ്ഷൻ ബി. മണ്ഡനമാണ്. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം. ആൻസർ ഓപ്ഷൻ സി. പാപം എന്നുള്ളതാണ്. വിപരീത പദം എഴുതുക. പരദേശം. പരദേശത്തിൻ്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വദേശം. പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ ഏവ? പ്രവാളം, സുഭദ്രകം, ഹിരണ്യം, വിദ്രുമം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ്. പിരിച്ചെഴുതുക. നന്നൂൽ. ആൻസർ ഓപ്ഷൻ ബി. നല് അധികം നൂലാണ്. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എതിർലിംഗം എഴുതുക. സാത്വികൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാത്വികി. എതിർലിംഗം എഴുതുക. വിധവ. ആൻസർ ഓപ്ഷൻ ബി. വിദുരൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. വിദുരൻ. അടുത്ത ക്വസ്റ്റ്യൻ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ദേവതമാർ. വചനം ഏത്? ഗുരുക്കൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. പൂജക ബഹുവചനം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ചൊല്ലിന് സമാനമായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കാറ്റുള്ളപ്പോൾ തൂറ്റുക. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയും. കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നുള്ളതാണ് ആൻസർ. പരിഭാഷപ്പെടുത്തുക. അഡ്ജേൺ. ആൻസർ ഓപ്ഷൻ എ ആണ്. നീട്ടി വയ്ക്കുക. ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആശിച്ചു കാലം കളയുന്ന ആൾ. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലോകപരിജ്ഞാനമില്ലാത്തവർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.